ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അവർ എർത്ത് എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയമാണ്. മലയാളം മീഡിയം ഓൾറെഡി നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഐ ആം ദ എർത്ത്. Billions of years ago, I was a burning sphere. Later on, I was cooled in the incent ride. It again took millions of years for living begins to appear. You may that I am the only one to have life among the planets in the solar system. I have everything to support your life: air to breathe, water to drink, and for all the other uses, soil for plant growth, and so on. Have you read the monologue of the earth? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് പറയുന്നത്? ബില്യൺസ് ഇയേഴ്സിന്റെ മുന്നേ ഒരു ചുട്ടുപൊള്ളുന്ന ഒരു ഗോളം, ഒരു സ്ഫിയർ ആയിരുന്നു ഞാൻ എന്നാണ് പറയുന്നത്. പിന്നീട് നിരന്തരം മഴ പെയ്തിട്ട് ഞാൻ തണുത്ത് പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. അതുപോലെ തന്നെ സോളാർ സിസ്റ്റങ്ങളിൽ എനിക്ക് മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ളത്, അതുപോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള സോയില്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്താണുള്ളത് എന്നാണ് പറയുന്നത്. ഇത് ഒരു മോണോലോഗാണ്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ എർത്ത് സ്വന്തം കഥ, അല്ലെങ്കിൽ ഒരാൾ അയാളെ തന്നെ കുറിച്ചിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ മോണോലോഗ് എന്ന് പറയാം. അപ്പോൾ എർത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. How beautiful is the surface of the earth with its rivers, mountains, valleys and plains. എന്താണ്? പുഴകളും മലകളും താഴ്വരകളും സമതലങ്ങളൊക്കെ ആയിട്ട് ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് അല്ലേ? ബട്ട് വാട്ട് അബൌട്ട് ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത്? പക്ഷെ എർത്തിന്റെ ഇന്റീരിയർ, ഉള്ളിലേക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലെറ്റ് us എക്സ്പ്ലോർ ദ ഇന്നർ സീക്രട്ട് ഓഫ് ദ എർത്ത്. അപ്പോൾ എർത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത്. അപ്പോൾ എർത്തിലെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇൻ ടു ദ ഇന്റീരിയർ, എർത്തിന്റെ ഉള്ളിലേക്ക്, ഉള്ളറയിലേക്ക്. We are aware of the temperature on the earth's surface, but it is the extreme heat inside the earth. എന്നാണ് എർത്തിന്റെ പുറത്തുള്ള സർഫേസിലെ ടെമ്പറേച്ചർ നമുക്കറിയാം അല്ലേ? നമുക്ക് ചൂടുകാലം ആയാലും ഒക്കെ അറിയാം എന്താണ് ഏകദേശം ടെമ്പറേച്ചർ എന്നുള്ളത്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് എന്ന് പറയുന്നത് വളരെയധികം ചൂടാണ്. The temperature at the center of the interior is about 5500 degrees Celsius. എന്താണ്? എർത്തിന്റെ സെന്റർ പോയിന്റിൽ എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂട്. ഡു യു നോ ദാറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്? നിങ്ങൾക്ക് അറിയാം 100 ഡിഗ്രി എത്തിയ വെള്ളം തിളക്കുമെന്ന് നമുക്കറിയാം അല്ലേ? ക്യാൻ യു ഇമാജിൻ ദ ഹീറ്റ് ഓഫ് 5500 ഡിഗ്രി സെൽഷ്യസ്? അപ്പം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രത്തോളം ചൂടാണെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നമുക്ക് ഇമാജിൻ തന്നെ ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം 100 ഡിഗ്രിയിൽ എത്തുമ്പോൾ വെള്ളം തിളക്കും. അതിൻ്റെ ചൂട് തന്നെ നമുക്ക് അറിയാം എത്രത്തോളമാണെന്ന്. അതുപോലും നമുക്കൊന്ന് തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോകാനോ നമുക്ക് പേടിയാണ്. അപ്പം അതിൻ്റെക്കാളും എത്രയോ ഇരട്ടിയാണ് 5500 എന്ന് പറയുന്നത് അല്ലേ? ദെൻ ഹാവ് യു ഹേർഡ് ഓഫ് മൈൻസ്? നിങ്ങൾ മൈൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു നോ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡീപ് ദ ഡീപ്പസ്റ്റ് മൈൻ ഈസ്? ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മൈൻ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബൌട്ട് 12 കിലോമീറ്റേഴ്സ്, 12 കിലോമീറ്റേഴ്സ് ആണ്. ഹ്യൂമൻസ് ക്യാൻ റീച്ച് ഈവൻ ദാറ്റ് ഫാർ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മെഷീൻ ആൻഡ് സേഫ്റ്റി ഡിവൈസസ്. സേഫ്റ്റി ഡിവൈസിന്റെയും മെഷീന്റെയും ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫേസ് ടു ദ സെന്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6371 കിലോമീറ്റേഴ്സ്. അഥവാ ഈ എർത്തിന്റെ സെന്ററും ഈ സർഫേസും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. സോ ഇറ്റ് ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ദ ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ഡയറക്ട്ലി? അപ്പം മനുഷ്യന് എർത്തിന്റെ ആ ഒരു ഉള്ളറയിലുള്ള രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ? Then how did we get the information about the interior of the earth? അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? The information regarding the interior of the earth is formed through scientific studies and inferences. നമുക്ക് എന്താണ് സയന്റിഫിക് സ്റ്റഡീസിലൂടെയും അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഓരോ രൂപങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഓരോ നിഗമനങ്ങളിലും എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ലെറ്റ്സ് സീ വാട്ട് ദേ ആർ. എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഫറൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
by examining materials that reach the earth surface through volcanic eruption. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളെ പരിശോധിക്കുന്നതിലൂടെ. ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, അതുപോലെ തന്നെ ഖനികളിൽ നിന്നും മൈൻസിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്തുകേക്ക്, അതുപോലെ തന്നെ എർത്തുകേക്ക് ഉണ്ടാകുമ്പോൾ അതിന്റെ തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തിട്ട്. ഇത്തരത്തിലൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ദെൻ ദ സ്ട്രക്ചർ ഓഫ് ദ എർത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഇവിടെ നോക്കൂ, ഈ പിക്ചർ 5.2 എന്നുള്ള ഫിഗർ നോക്കൂ. ആദ്യം കാണുന്നത് ക്രസ്റ്റ്, അതിന്റെ തൊട്ട് താഴെയുള്ളതാണ് മാൻറ്റിൽ, ദെൻ ഔട്ടർ കോർ, ദെൻ ഇന്നർ കോർ. ഇങ്ങനെയാണ് നമ്മുടെ എർത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ടു ഡിഫറെന്റ് ലെയേഴ്സ്. എന്താണ് നമ്മുടെ എർത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് പല ഡിഫറെന്റ് ആയിട്ടുള്ള ലെയേഴ്സ് ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ ക്രസ്റ്റ്. ഔട്ടർ മോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്രസ്റ്റ് ആണ് അല്ലെ. അതിന്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ളത് ക്രസ്റ്റ് ആണ്. Didn't you recognize the different layers of the earth? എന്താണ് ഭൂമിയുടെ വിവിധ പാളികൾ ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. ദെൻ by collecting information from the description given and analyzing the figure, prepare a note on the interior of the earth. താഴെ തന്നിട്ടുള്ള ഫിഗർ നോക്കിയിട്ട് എന്താണ് ഇന്റീരിയർ ഓഫ് ദ ഫിഗർ എർത്ത് എന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് നിങ്ങളൊന്ന് ഒരു പാരഗ്രാഫ് പോലെ എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ക്രസ്റ്റ് എന്നുള്ള ലെയർ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്രസ്റ്റിലുള്ളത് എന്ന് നോക്കാം. The crust is the outermost and relatively thin layer of the earth. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഈ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്നത്. ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ്. ഇതെങ്ങനെയാണ്? ഖരരൂപത്തിലുള്ള പാറകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ദ ക്രസ്റ്റ് ഹാസ് ടു പാർട്സ്, നെയിംലി കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. എന്താണ് ഇതിന് രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റും മറ്റൊന്ന് ഓഷ്യാനിക് ക്രസ്റ്റുമാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാളും വളരെ കനം കൂടുതൽ ഉള്ളതാണ്. ദ ആവറേജ് തിക്നെസ് ഈസ് അബൌട്ട് 30 കിലോമീറ്റേഴ്സ്. 30 കിലോമീറ്റർ ആണ് അതിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത്. ഇൻ മൗണ്ടൻ ഏരിയാസ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഹാസ് എ തിക്നെസ് ഓഫ് അബൌട്ട് 70 കിലോമീറ്റേഴ്സ്, ബട്ട് ദ ആവറേജ് തിക്നെസ് ഓഫ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് 5 കിലോമീറ്റേഴ്സ്. അഥവാ ഈ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് നിന്ന് 70 കിലോമീറ്റർ തിക്നെസ് ഉണ്ട്. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റിന് ശരാശരി ഒരു 5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ക്രസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ലെയർ ആണ് ദ മാൻറ്റിൽ എന്നുള്ളത്. എന്താണ് മാൻറ്റിൽ? മാൻറ്റിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ക്രസ്റ്റിന് താഴെയുള്ളതാണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 2900 കിലോമീറ്റേഴ്സ്. അഥവാ ഇത് മാൻറ്റിൽ എന്ന് പറയുന്നത് വളരെ കനം ഉള്ള ഒരു ഭാഗമാണ്. അതുമാത്രമല്ല 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നുണ്ട്. ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാൻറ്റിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. എന്നാണ് ഭൂവൽക്കവും ഈ ഒരു ക്രസ്റ്റും ഈ മാൻറ്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ the part below the lithosphere, which is a molten state due to the melting of rock particles, is known as asthenosphere. അഥവാ ശിലാമണ്ഡലത്തിൽ താഴെയായിട്ട് ഈ ഒരു ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് ശിലപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ദ പോർഷൻ ബിലോ ദ അസ്തനോസ്ഫിയർ ഈസ് സോളിഡ് സ്റ്റേറ്റ്. അസ്തനോസ്ഫിയറിന്റെയും താഴെയുള്ളത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ആകെ മുകളിലുള്ളത് ലിത്തോസ്ഫിയർ, അതിന് താഴെ അസ്തനോസ്ഫിയർ, അതിന് താഴെ സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ കോർ ആണ്. ദ ലെയർ ബിലോ ദ മാൻറ്റിൽ ഈസ് ദ കോർ. എന്താണ്? മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് കോർ എന്ന് പറയുന്ന ഭാഗം. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇതെന്താണ്? രണ്ട് കോറുകളാണുള്ളത്, ഒന്ന് ഔട്ടർ കോറും മറ്റൊന്ന് ഇന്നർ കോറും. ദ ഔട്ടർ കോർ ഈസ് ലിക്വിഡ് സ്റ്റേറ്റ് വൈൽ ദ ഇന്നർ കോർ ഈസ് ദ സോളിഡ് സ്റ്റേറ്റ്. ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഇന്നർ കോറ് സോളിഡ് സ്റ്റേറ്റിലുമാണ് ഉള്ളത്. ദ കോർ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് ലൈക്ക് നിക്കൽ ആൻഡ് അയൺ. ഇത് നിക്കലും അയണും കൊണ്ടാണ് ഇത് മെയിനായിട്ട് ഈ ഒരു ഏരിയ ഉള്ളത്.
ഹെൻസ് ദ കോർ ഈസ് ഓൾസോ നോൺ ആസ് ദ NIFE. ഇതിനെ എന്താണ് നിഫെ എന്ന പേരിലും ഈ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ദ ടെമ്പറേച്ചർ ഇൻ ദ ഇന്നർ കോർ ഈസ് അബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ ഈ ഇന്നർ കോറിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കൂ, കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം ബൈ ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ലെയർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഓരോ ലെയറിൻ്റെയും ഫീച്ചേഴ്സ് പറയുന്ന ഒരു ഡയഗ്രമാണ് ഇവിടെ ഉള്ളത്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ക്രസ്റ്റിൽ തന്നിട്ടുണ്ട് ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാം? ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്ക്, 2 parts namely continental crust and oceanic crust. Okay, then mantle തന്നിട്ടുള്ളത് the layer up which is 2900 kilometer below the crust എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാം? the crust and upper part of the mantle is called the lithosphere. the part below the lithosphere which is molten, this is also known as asthenosphere. നെക്സ്റ്റ് തന്നിട്ടുണ്ട് നോൺ ആസ് നിഫെ എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ എഴുതാം? ദ ലെയർ ബിലോ ദ മാൻഡിൽ ഈസ് ദ കോർ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പിക്ചറിൽ ഈ ഒരു ഇലിസ്ട്രേഷനിൽ കൊടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത്, the features of each layer of the earth interior are given in the table. ടേബിളിൽ എന്താ തന്നിട്ടുള്ളത്? ഭൂമിയുടെ ഓരോ ഉള്ളറയുടെ പാളിയുടെയും ഓരോ സ്പെക്കുലാരിറ്റീസ് അല്ലെ ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൽ ശരിയായതിനും ഇതേപോലെ സ്മൈലിയും തെറ്റായതിനും ഇവിടെ തന്നിട്ടുള്ള പോലെയും നോക്കാം. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ശരി എന്ന് നോക്കാം. ഓക്കെ, the crust is the outermost solid part of the earth is made up rock. എന്താണ്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ശരിയാണ്. അടുത്തത് നോക്കൂ, ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. എന്താണ്? അപ്പർ മാൻഡിലും ക്രസ്റ്റിന്റെ ഉപരിഭാഗവും ചേർന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതും ശരിയാണ്. ദ അസ്തനോസ്ഫിയർ ഈസ് ദ മോൾട്ടൻ പാർട്ട് ഫോംഡ് ബൈ ദ മോൾട്ടൻ റോക്ക് പാർട്ടിക്കിൾസ്. അഥവാ ശിലാ പദാർത്ഥങ്ങളെ ഉരുക്കി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അതും ശരിയാണ്. ദ ഔട്ടർ കോർ ഈസ് ദ ലിക്വിഡ് സ്റ്റേറ്റ്. പുറമേ കാണുന്ന ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. Then continental crust and oceanic crust are the 2 parts of the crust. ക്രസ്റ്റിന്റെ 2 ഭാഗങ്ങളാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. അതും കറക്റ്റ് ആണ്. ദ കോർ ഈസ് ഓൾസോ നോൺ ആസ് നിഫെ. എന്താണ്? ഈ കോറിനെ പറയുന്ന മറ്റൊരു പേരാണ് നിഫെ. അതും കറക്റ്റ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, illustrate the structure of the earth is a chart by given separate color of the each layer. നിങ്ങളുടെ അടുത്ത് നേരത്തെ തന്നിട്ടുള്ള സ്ട്രക്ചർ ഓഫ് എർത്തിനെ നിങ്ങളുടെ അടുത്തൊന്ന് ഇലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് കളർ കൊടുത്തിട്ട് വരച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചോ നിങ്ങൾക്ക് അതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റാം. എന്നിട്ട് അത് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, with the title of Interior Features of the Earth, prepare notes by including additional information. The Interior Features of Earth എന്ന വിഷയത്തിൽ നിങ്ങളെടുത്ത് നോട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് നോട്ട്സിൽ അത് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, പിന്നെ നൗ യു ആർ അവെയർ ഓഫ് ദ ബേസിക് ഫാക്ട്സ് അബൌട്ട് ദ എർത്ത്സ് ഇന്റീരിയർ. ഇപ്പം നമുക്ക് എർത്തിൻ്റെ ഇന്റീരിയറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ? ലെറ്റ് us try to understand some facts regarding the atmosphere that surround the earth. എർത്തിന് ചുറ്റുമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഭൂമിയുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് പുറത്തുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് പഠിക്കാം. എർത്ത്സ് അറ്റ്മോസ്ഫിയർ. How did the earth and its atmosphere transform in the way organisms could survive? എന്താണ്? ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും എങ്ങനെയാണ് മാറിയത്? ഒരു ദിവസം കൊണ്ട് മാറിയതാണോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരുന്നോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. The earth which was in a molten hot state at the time of origin slowly cooled over in billions of years. This process released the gas inside the earth. എന്നാണ് ഇതിന്റെ ഒറിജിന്റെ സമയത്ത് ഒരു ചുട്ടുപൊഴുത്ത അവസ്ഥയിലായിരുന്നു എർത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ബില്യൺസ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത് സാവധാനം തണുത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത്. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഗ്യാസസ് പുറത്തു വരികയാണ് ചെയ്തത്. ഇവൻച്വലി ആൻഡ് air covered containing many gases was formed around the earth. This gases blanket that covers the earth is known as the atmosphere. എന്താണ്? ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി ഗ്യാസസ് വരികയും ഒരു ആവരണം പോലെ ഒരു ലെയർ പോലെ അതിങ്ങനെ വന്നു, ഒരു കവർ പോലെ വന്നു. ഇത് ഭൂമിയെ ഇങ്ങനെ ഒരു പുതപ്പ് പോലെ പുതഞ്ഞിരിക്കുകയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്.
With the origin of plants, an atmosphere became rich in oxygen as a result of a photosynthesis. അങ്ങനെ പിന്നെ എന്താ ഉണ്ടായത്? സസ്യങ്ങൾ ഉണ്ടായതോട് കൂടിയിട്ട് അതിൻ്റെ പ്രകാശ സംശ്ലേഷണം വഴി നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ഓക്സിജൻ ഉണ്ടായി. അങ്ങനെ ഓക്സിജൻ കൊണ്ട് സമ്പന്നമാവുകയാണ് ചെയ്യുന്നത്. നൈട്രോജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ആർ ദ മേജർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ പ്രധാനപ്പെട്ട ഗ്യാസസ് എന്ന് പറയുന്നത് നൈട്രോജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പാർട്ട് ഫ്രം ദീസ് ദർ ആർ ദ അതർ ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ്. എന്തൊക്കെയാണ്? ഇത് മാത്രമാണ് നമ്മൾ അന്തരീക്ഷത്തിലുള്ളത്? അല്ല, കൂടാതെ മറ്റുള്ള ഗ്യാസസ് ഉണ്ട്. അതുപോലെ തന്നെ പൊടിപടലങ്ങൾ, ജലാംശവും ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ളതാണ്. Then let us see the various gases present in the atmosphere and their composition. ഇനി നമുക്ക് അറ്റ്മോസ്ഫിയറിലുള്ള ഓരോ ഗ്യാസസും എത്രയുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയുണ്ടെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ഈ അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പാർട്ട് 2 ഇത് മുതൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാതും നമുക്ക് ആ ഒരു സെക്കൻഡ് വീഡിയോയിൽ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും ഇതിലെ ആക്ടിവിറ്റീസും കൂടെ നോക്കാം. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.